ചാണ്ടി ഉമ്മൻ. ഇപ്പൊ ചാണ്ടി ഉമ്മനാണ് ഇന്നലെ മുതൽ എല്ലാവരും സംസാരിക്കുകയും എല്ലാവരും പറയുകയും ചെയ്യുന്നത്. ഉമ്മൻചാണ്ടിയേക്കാൾ വേണമെങ്കിൽ ഒരു പിടി മുന്നിലാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയാൻ കഴിയും. കാരണം പുതുപ്പള്ളിയിലെ വികസന മുരടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി എത്തിയ BJP നേതാക്കളെ പ്രതിഷേധ ഉദ്ഘാടനത്തിന് ശേഷം ചാണ്ടി ഉമ്മൻ പോയി കാണുന്നു, ചേർത്ത് പിടിക്കുന്നു, സംസാരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാമെന്ന് പറയും. എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇത് ആദ്യത്തെ സംഭവമായിരിക്കും ഇങ്ങനെ ഒരു നിലപാട് ചാണ്ടി ഉമ്മനെ പോലൊരു രാഷ്ട്രീയക്കാരൻ എടുക്കുന്നത്. മാത്രമല്ല ഈ മറിയ ഉമ്മൻ, പിന്നെ ചാണ്ടി ഉമ്മന്റെ സഹോദരി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരാളെ കൂടി എൻ്റെ കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് UDF തീരുമാനിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ വിജയമാണ്. സത്യത്തിൽ ചാണ്ടി ഉമ്മൻ പല സ്ഥലങ്ങളിൽ വിവാദങ്ങളിൽ വരാതെ, വിവാദങ്ങൾ ഉണ്ടാക്കാതെ ജനസേവനമാണ് രാഷ്ട്രീയമെന്ന് കൃത്യമായി ഒരു പരിധിവരെ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുന്ന ഒരു നേതാവാണ്. എനിക്ക് തോന്നുന്നു UDF-ൽ അങ്ങനെ വിരലിൽ എണ്ണാവുന്ന നേതാക്കളെ ഉള്ളൂ. അതിൽ മുന്നിൽ നിൽക്കുന്നത് ചാണ്ടി ഉമ്മൻ തന്നെയാണ്. ഈ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിക്ക് പഠിക്കുകയാണെന്നാണ് പലരും പറയുന്നത്. അങ്ങനെയാണോ? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ വേണ്ടത്. തന്തയ്ക്ക് പിറക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ഉമ്മൻചാണ്ടിക്ക് പഠിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് വളരെ, അല്ലെങ്കിൽ അടുത്ത് ഇങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി എന്നറിയാൻ സാധിച്ചിട്ടുള്ള ചില നിർണായക ഘട്ടങ്ങളുണ്ട്. കാരണം ഇതുപോലൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പം ഈ മനുഷ്യൻ സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ പറ്റി വിചാരിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ആദ്യകാലങ്ങളിലും ഘട്ടങ്ങളിലൊക്കെ വിചാരിച്ചിരുന്ന ഇയാൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഫണ്ട് ഉണ്ടാക്കുന്ന നേതാക്കന്മാരിൽ ഉള്ള ഒരാളായിരുന്നു ആന്റണി ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ ഇയാൾ കോടികളൊക്കെ പിരിച്ച് അല്ലെങ്കിൽ ഇരുന്ന പദവികളൊക്കെ വെച്ച് നോക്കുമ്പോൾ സാധാരണ കോൺഗ്രസ്സുകാരെ തുലനം ചെയ്യുമ്പോൾ കോടാനുകോടി രൂപ ഈ അക്കൗണ്ടിലും ഭാര്യയുടെ പേരിലും ഭാര്യയുടെ ബന്ധുക്കളുടെ പേരിലും ഒക്കെ ഉള്ള ഒരു പാരമ്പര്യമാണ്. അല്ലാത്ത കോൺഗ്രസ്സുകാരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പോലും പറ്റുന്നില്ല. ഏറ്റവും അവസാനം മാങ്കൂട്ടം വരെ നോക്കുമ്പോൾ മനസ്സിലാവുന്നു. അപ്പോൾ ഇതുപോലെയായിരുന്നു ഉമ്മൻചാണ്ടിയെ പറ്റി വിചാരിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നമ്മൾ മനസ്സിലാകുന്നത് ഒന്നും ആ വീടിന് വേണ്ടി വേണ്ട വിധത്തിൽ ചെയ്യാതെ പൊതുജനത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നിന്നിട്ടുള്ള ഒരു നേതാവ്. വീട് തൂണേ കിടക്കുവായപ്പോഴും മകൻ ഇതുവരെ അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. കാരണം ഒരു സാറിന് അറിയാമല്ലോ, ഒരു മകൻ്റെ കല്യാണം നടക്കുന്നതിന് തന്തയും തള്ളയും താല്പര്യം എടുത്താൽ അല്ലേ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രേമിച്ചോ മറ്റു മറിച്ചോ എന്തെങ്കിലും. ചാണ്ടി ഉമ്മനെ ഈ സമ്മതിച്ചാനൊന്നും പോയിട്ട് അയാളുടെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോഴും അതിന് താല്പര്യം എടുക്കാൻ പറ്റുന്ന, അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് അതിന് താല്പര്യം എടുക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടാവുന്നില്ല എന്ന് വേണം കരുതാൻ. അപ്പം ആ കുടുംബം നോക്കാതെ ഉള്ള ഒരു കോൺഗ്രസ്സുകാരൻ. പിന്നെ ഉമ്മൻചാണ്ടിക്ക് പഠിക്കുകയാണോ ചാണ്ടി ഉമ്മൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും പഠിക്കണ്ട. അദ്ദേഹം മരിച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് തലയ്ക്കൽ നിന്ന്, അതായത് മരിച്ച ഉമ്മൻചാണ്ടിയുടെ തലയ്ക്കൽ നിന്ന് ചാണ്ടി ഉമ്മൻ കോട്ടയം വരെ വന്നപ്പോഴത്തേന് ഒരു പുരുഷായുസ് കൊണ്ട് പഠിക്കേണ്ട രാഷ്ട്രീയം മൊത്തവും ചാണ്ടി ഉമ്മൻ പഠിച്ചു കഴിഞ്ഞു. അതായത് എങ്ങനെയാവണം ഒരു രാഷ്ട്രീയക്കാരൻ, എങ്ങനെ ഇരിക്കണം ഒരു രാഷ്ട്രീയക്കാരന്, എങ്ങനെ ജനത്തിനോട് ഒരു രാഷ്ട്രീയക്കാരൻ പെരുമാറണമെന്ന് ആ വണ്ടി 2 മണിക്കൂർ 4 മണിക്കൂർ മതി ഇല്ല സാറേ വണ്ടി വിട്ടുപോന്നാൽ, അല്ലെങ്കിൽ 48 മണിക്കൂറിന് അപ്പുറം വേണ്ടി വന്നു ആ വണ്ടി. എന്നിട്ട് ആൾക്കാർക്ക് വേണ്ട വിധത്തിൽ കാണാൻ അവസരം കിട്ടിയില്ല. കാരണം അവിടുന്ന് ഇവിടം വരെ ഈ മനുഷ്യൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ അറിയിച്ചിട്ടില്ലാത്ത ഇത്രയും നാളത്തെ പൊതുപ്രവർത്തനം കൊണ്ട് അദ്ദേഹം ഓരോരുത്തർക്കും ചെയ്തു കൊടുത്ത ഉപകാരങ്ങളുടെ സ്മരണ വന്നു നിന്ന് വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടത്. അതുവരെ ഇവിടുത്തെ ഓരോരുത്തൻ ഒരു വീട് കൊടുത്തിട്ട് 7 താക്കോല ഫോട്ടോ എടുത്തിട്ട് വിടുന്നത്, അല്ലെങ്കിൽ ആരെയും കൊണ്ടേ പറഞ്ഞ് ഒരു ചികിത്സാ സഹായം ഉണ്ടെങ്കിൽ പാർവതിയുടെ ചികിത്സാ സഹായ ഫണ്ട് അനുവദിച്ച കോന്നൻ MLA-ക്ക് അഭിവാദ്യം. എത്ര ഫ്ലെക്സ് വരും സാറ് കണ്ടുണ്ട്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുന്ന പരസ്യത്തിന് വേണ്ടി പാവത്തങ്ങളെ ഉപയോഗിക്കും. ഈ മനുഷ്യൻ ചെയ്ത കാര്യം വല്ല ആരെങ്കിലും അയാൾ മന്ത്രിയായിട്ടിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പൊതുവെയുള്ള കാര്യങ്ങളോ ഒന്നും ഇദ്ദേഹം ചെയ്തിട്ടുള്ളതുപോലെ കാര്യങ്ങൾ, ജനത്തിന് ചെയ്തിട്ടുള്ളതുപോലെ കാര്യങ്ങൾ, പൊതുജനത്തിന് ചെയ്തിട്ടുള്ള പോലെ കാര്യങ്ങൾ ആര് വിളിച്ചു പറഞ്ഞാലും അദ്ദേഹം ഈ രീതിയിൽ ഇടപെടുമായിരുന്നു. ആ കാര്യം നടന്നോന്ന് പിന്നെ ചോദിക്കും. ഒരു ചികിത്സാ സഹായത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു കൊടുത്താൽ പിന്നെ മിണ്ടുന്നില്ല. അയാളുടെ പിന്തുടർന്ന് അയാളുടെ അസുഖം എവിടം വരെയായി. ഒരുപക്ഷെ ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്നിടം വരെ ആ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരവസ്ഥയാണ്. 5:30 മണിക്ക് വീട്ടിൽ ആൾ ക്യൂവാ സാറേ. ഓരോ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് നിന്ന് ഫോൺ നമ്പർ കൊണ്ടുവരാൻ വേണ്ടി വരുമ്പോഴേ പറയും നിങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ നിങ്ങളുടെ ഈ കരുതിയേക്കണേ. ആ ഫോൺ നമ്പറിൽ അവിടെ വെച്ച് വിളിക്കുക ഉമ്മൻചാണ്ടി.
വിളിച്ചിട്ട് ആ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചിട്ട് എൻ്റെ ആളാ, നടക്കാതിരിക്കത്തൊന്നുമില്ലല്ലോ, അദ്ദേഹത്തിന്റെ പദവി അത്രയും. അങ്ങനെ കാര്യങ്ങൾ 24 മണിക്കൂറും നടത്തിക്കൊടുത്ത് സ്വന്തം അസുഖം ബോധ്യപ്പെട്ടിട്ട് പോലും വേണ്ട വിധത്തിൽ മരുന്ന് കഴിക്കാതെ അതിന് പോലും പ്രത്യേകം സമയവും താല്പര്യവും ഇവിടൊക്കെ ഓരോരുത്തർ അറിയാമല്ലോ, അവിടെ ഇവിടെ യാത്രയ്ക്കും അല്ലെങ്കിൽ ഇതിന് പോലും മുൻഗണന കൊടുക്കാതെ ജീവിതം അതിനുവേണ്ടി അവസാനിപ്പിച്ച, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ച ഒരു പിതാവിന് കിട്ടിയ അംഗീകാരം ലോകത്തെത്ര പണത്തിനും പദവിക്കും അപ്പുറമാണെന്ന് മനസ്സിലാക്കിയ ഒരു മകൻ. അതായത് ഞാൻ പറഞ്ഞില്ലേ 48 മണിക്കൂർ കൊണ്ട് എന്താണ് ഉമ്മൻചാണ്ടി മകൻ മനസ്സിലായി. അതിനുശേഷം അയാളുടെ വ്യത്യാസം ഭയങ്കര കേട്ടോ. ഈ ചാണ്ടി ഉമ്മന്റെ വ്യത്യാസം അതിനുശേഷം ഭയങ്കര, കാരണം സ്വന്തം അച്ഛൻ ഇത്രയും ഉണ്ടായിരുന്നോ എന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അതിനുശേഷം അയാളെ ഏൽപ്പിച്ച കാര്യത്തിനകത്ത് എനിക്ക് മനസ്സിലാവുന്നത്, ഇവിടെ കിടന്ന് പിണറായി ചീത്ത വിളിക്കുമ്പോൾ റോഡിലിറങ്ങി വെള്ളം ഉണ്ടാക്കുമ്പോഴൊക്കെ യൂത്ത് കോൺഗ്രസിലെ നേതാക്കന്മാരുണ്ടല്ലോ, അതിനപ്പുറം അയാളുടെ മണ്ഡലത്തിൽ നിന്ന് ഇതേ പ്രവൃത്തി അയാളെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഓരോ ദിവസവും വലിയ വലിപ്പത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസമെങ്കിലും ഒരാൾക്കൊരു ഉപകാരം ചെയ്യാത്ത ദിവസമില്ലെന്നായി ചാണ്ടി ഉമ്മൻ ആ മണ്ഡലത്തിൽ ആരെങ്കിലും വിളിച്ച് ചെയ്തു കൊടുക്കും. ഇപ്പൊ തന്നെ അതാ സാറേ പൊതുപ്രവർത്തനം. ഞാൻ ചോദിട്ടെ, കഴിഞ്ഞ ദിവസം ഒരു വലിയ വിവാദം ഉണ്ടായി. ഇവിടുത്തെ വീണാ മന്ത്രിയുടെ കഴുത്തുളിക്കെന്ന് പറഞ്ഞിട്ട് വിവാദമായി, പ്രശ്നമായി. ആ പട വിഷയം ഇതുപോലെ ഒരു കാര്യം ഡിവൈഎഫ്ഐക്കാർ ചെയ്തിട്ടുണ്ട് കണ്ണൂർ വെച്ചിട്ട്. ഉമ്മൻചാണ്ടിയുടെ നെറ്റി പൊട്ടി ചോര ഒലിച്ചു, കേസെടുക്കണമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു ഒരു കേസും ഇല്ല. കേസില്ല, തീർന്നു. അവസാനം ഈ എറിഞ്ഞവൻ അയാളുടെ മുമ്പിൽ ചെന്നിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ സാറേ ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ, കാരണം ഈ മനുഷ്യനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അപ്പൊ എവിടെ എറിഞ്ഞവൻ തോറ്റോ, ഡിവൈഎഫ്ഐ തോറ്റോ, CPM തോറ്റോ, എല്ലാവരും തോറ്റോ. ആ നിലപാടുമായിട്ടോ ഇന്നലത്തെ സമരത്തിനകത്ത് ചാണ്ടി ഉമ്മൻ ഈ പറഞ്ഞ പോലെ ചെയ്തത്. അവിടെ സമരത്തിന് വന്നവനെ അങ്ങോട്ട് മാറി ഇന്ന് പിറ്റേന്നൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നതിനപ്പുറം ഇന്നലെ സമരക്കാർ വിളിച്ചായി പോയോ, സമരത്തിനിടയിൽ ഇറങ്ങിച്ചെന്ന് ആ സമരം പൊളിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ ആ സമരത്തിനകത്ത് സ്വന്തം ആ MLA-ക്കെതിരെ രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രേരിതമായിട്ട് അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു മുദ്രാവാക്യം കൊണ്ട് സമരത്തിന് വന്നതല്ല, നമുക്കറിയാം രാഷ്ട്രീയം. പക്ഷെ അത് അവിടെ ഇറങ്ങി നിന്ന് വിളിച്ചില്ലേ. അപ്പൊ അത്രയ്ക്ക് അത് അയാൾ അത് ഉമ്മൻചാണ്ടിക്ക് പഠിക്കുകയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. അത് തന്നെയാണ് രാഷ്ട്രീയം. അയാളെ മറികടക്കാൻ പാടാ. അയാൾ ഈ രീതിയിൽ പോയാൽ കോൺഗ്രസിന് കേരളത്തിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ പറയും അയാളെ കൊണ്ടുവരാൻ പറയും. ഈ മാഷ ഈ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് പിന്നെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. ഉമ്മൻചാണ്ടിക്ക് ശേഷവും മുൻപും പിൻപും അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല. പക്ഷെ അതേ സാറ് പറഞ്ഞതുപോലെ അതേ പാതയിൽ പിന്തുടർന്ന് പോകുന്ന ഒരാളാണ് ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ കുടുംബം അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി മരിക്കാൻ കിടക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ച സമയത്ത് ഒരു ചാനൽ അദ്ദേഹത്തെ ചികിത്സിക്കുന്നില്ല, അദ്ദേഹത്തെ വീട്ടുകാർ നോക്കുന്നില്ല, അദ്ദേഹത്തെ ആ തരത്തിൽ കൊണ്ടിട്ടേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ അവരുടെ വേദനിപ്പിക്കുന്ന തരത്തിൽ കുറെ വാർത്തകൾ കൊടുക്കും. അന്നും കുടുംബ മൗനമാണ്. കാരണം അവര് പിന്നെ വിവാദങ്ങളോട് ഒരിക്കലും പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത് പറയാനോ ഒന്നും അവരൊരിക്കലും മുന്നിൽ വന്നിട്ടില്ല. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയും, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കൃത്യമായി പോകും. ഒരു തിരഞ്ഞെടുപ്പിലെ വിജയത്തിനപ്പുറം ചാണ്ടി ഉമ്മന്റെ ഇത്തരം ഒരു നീക്കങ്ങൾ എങ്ങനെ കാണും? അല്ല, ഇത് ഒരു പൈതൃകത്തിൻ്റെ തുടർച്ചയാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സിലെ ഒരു പ്രത്യേക പൈതൃകത്തിൻ്റെ ഉടമയാണ്. ഈ ചികിത്സയ്ക്കില്ലാതെ അവരുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള പ്രശ്നമായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടാണ് ഹോസ്പിറ്റലൈസ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പൈതൃകം എന്ന് പറയുന്നത് എനിക്ക് അനുഭവമുള്ളതാണ്. ഞാൻ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളുമായിട്ട് അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു, വിളിക്കുന്നു, സംസാരിക്കുന്നു, ചെന്ന് വളരെ സാധാരണക്കാരായിട്ടുള്ളൊരു മനുഷ്യനെ പോലെയാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്, നമ്മളോട് പെരുമാറുകയൊക്കെ ചെയ്തു. അപ്പോൾ നമുക്കൊരു അകൽച്ച വന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ വിഷയം ഞാൻ നിയമസഭയിൽ അവതരിപ്പിക്കാം, പക്ഷേ ഇത് പൊളിറ്റിക്കലാണ്, അതുകൊണ്ട് പിണറായി വിജയനെ സമ്മതിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം അത് പൊളിറ്റിക്കലാണ് എന്ന്, പക്ഷേ നിങ്ങൾ തമ്മിൽ വളരെ വലിയ സൗഹൃദത്തിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പൊളിറ്റിക്കൽ ആയ ഒരു ഇടപെടലല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ വ്യക്തിപരമായി പരസ്പരം സഹായിച്ചാൽ അല്ലെങ്കിൽ സംസാരിച്ചാൽ ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ സ്വകാര്യമായിട്ട് പിണറായിയുമായിട്ട് ഈ വിഷയം സംസാരിക്കുകയും ആ പ്രശ്നം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രസൻറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുള്ള, എന്ന് വെച്ചാൽ പൊളിറ്റിക്കലായിട്ട് പറ്റില്ല, രണ്ടുപേർക്കും അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ പ്രശ്നം. അപ്പോൾ അത് അങ്ങനെയല്ല, കാരണം അത് പക്ഷേ വളരെ ജെന്യുവനായിട്ടുള്ള വിഷയമാണ്. അങ്ങനെ ആ പ്രശ്നം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ബന്ധം മനുഷ്യർ തമ്മിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏത് ഘട്ടത്തിലും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ, ഇന്നലെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടു, ചാണ്ടി ഉമ്മനെ കണ്ടു, സംസാരിച്ചു.
അപ്പോൾ ഈ വിഷയം ഒന്നും എനിക്കത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഞങ്ങൾ സുഹൃത്തുക്കൾ എന്നാലും സംസാരിച്ച് പിരിഞ്ഞു. അപ്പോൾ ചാണ്ടിയുമ്മൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, ഉമ്മൻചാണ്ടിയുടെ ഈ സ്വഭാവ സവിശേഷതകൾ അദ്ദേഹത്തിൽ രക്തത്തിൽ തന്നെ ലയിച്ചു ചേർന്നിരിക്കുന്നു. DNA ഉണ്ടല്ലോ, DNA. അതെ, അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ സമരക്കാർ എന്തിനാണ് അവർ ഇന്നലെ സമരം നടത്തിയതെന്ന് എനിക്കറിയില്ല. കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ലേ സമയത്ത്. ഈ വികസനം വരപ്പിക്കുന്നത് സാധാരണ നമ്മൾ എല്ലായിടത്തും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പല സ്ഥലത്തും വികസനം ഉണ്ടാവില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ സമയത്ത് അത് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. BJP അവിടെ ഇങ്ങനെ ഒരു സമരത്തിന് വരുന്ന സമയത്ത് അത് മനസ്സിലാക്കിയിട്ട് ആണ് ചാണ്ടി ഉമ്മൻ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അകത്തേക്ക് പറഞ്ഞയച്ചിട്ട് സമരം കഴിയുന്നവരെ കാത്തു നിൽക്കുകയും സമരം കഴിഞ്ഞവർ പിരിഞ്ഞു വരുന്നതിന് മുമ്പ് അവരുടെ ഇടയിലേക്ക് കയറുകയും അവരായിട്ട് സംസാരിക്കുകയും ചെയ്ത് അതിനെ ഒരു സൗഹൃദ തലത്തിൽ ഡീൽ ചെയ്യാനായിട്ട് കഴിഞ്ഞു. അച്ഛൻ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അതാണ്, ചില വിഷയങ്ങൾ നമുക്ക് പൊളിറ്റിക്കലായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. ആ വിഷയങ്ങൾ നമുക്ക് ഫ്രണ്ട്ലി സൗഹാർദ്ദപരമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. ആ വിഷയത്തിൻ്റെ സ്വഭാവം നോക്കിയാണ് അതിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നോക്കേണ്ടത്. പൊളിറ്റിക്സ് ഉപേക്ഷിക്കാൻ പറ്റില്ല, പക്ഷേ ചില വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് സൗഹൃദത്തിൻ്റെ കൈബലം കൊണ്ട് തീർച്ചയായിട്ടും പരിഹരിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം അച്ഛനിൽ നിന്ന് മകനിലേക്ക് പകർന്നിരിക്കുന്നതാണ്. അത് അസാധാരണമായിട്ടുള്ള രീതിയിലുള്ളൊരു വേഷപ്പകർച്ചയാണ്. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ചാണ്ടിയുമ്പനല്ല നിങ്ങളുടെ മുമ്പിൽ ഉമ്മൻചാണ്ടി. അതാണ് അതിൻ്റെ പ്രത്യേകത. അതോടുകൂടി വിജയിച്ചു. അതെ.